പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ഇമ്പാക്റ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. അസോസിയേഷൻ പ്രസിഡന്റ് പി ഹണി, സെക്രട്ടറി അജിത്ത് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനാണ് ശുപാർശ. ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെയാണ് നടപടിക്ക് നിർദ്ദേശം. ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിട്ടും ഇതുവരെ നടപടിയെടുത്തിരുന്നില്ല. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ്. അതിൽ ഹൈക്കോടതിയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. മാത്രവുമല്ല, ഇതിലുള്ള അലംഭാവം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണോ മുതിർന്ന നേതാക്കൾക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്? ടി വി പ്രസാദ്. ഉറപ്പായും അരുൺ, അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് നടപടി എടുത്തില്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിലാണ് ഈ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലെത്തിയിട്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചെത്തിയതിന് ശേഷം നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ള കാര്യം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൗട്ടോട് കൂടിയ വലിയ ഫ്ലക്സ് സ്ഥാപിച്ചത്. അതിന് 15 അടി നീളവും 10 അടി ഉയരവും ഉണ്ടായിരുന്നു. ആ ഫ്ലക്സ് സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് ഹൈക്കോടതി ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മൾ റിപ്പോർട്ടർ വാർത്ത പുറത്തു കൊണ്ടുവന്ന് 2 മണിക്കൂറിനകം തന്നെ ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് കോർപ്പറേഷൻ ഇത് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ആ കേസെടുക്കാൻ കണ്ടോൺമെൻറ് പോലീസിന് നിർദ്ദേശവും നൽകി. അവരെ കൊണ്ട് പിഴയടപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്. കാരണം ഇത്തരം ഉത്തരവുകൾ ഇറക്കുന്ന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ അംഗങ്ങളായി സംഘടന ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർക്കെതിരെ എന്ത് വകുപ്പ് തല നടപടിയെടുത്തു എന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടിക്ക് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലാണ്. നേരത്തെ ആക്രി വിവാദത്തിൽ ഉൾപ്പെടപ്പെട്ട പി ഹണിയാണ് ഇതിലും 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി പി ഹണിയെ സംരക്ഷിച്ചിരുന്നു. ഇതിൽ എന്തായിരിക്കും നിലപാട് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.